നമ്മൾ നീൽസ് അക്കാഡമിയുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ഫിസിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ്, സെക്കൻഡ് മൊഡ്യൂൾ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് വെച്ച് നമ്മൾ തുടങ്ങി. വെക്ടേഴ്സ് കഴിഞ്ഞു, മെട്രിസസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ബെസൽ ഫംഗ്ഷൻ, ഹെർമൈറ്റ്, അങ്ങനെ കുറെ സ്പെഷ്യൽ ഫംഗ്ഷൻ ആലോചിക്കും. അതുപോലെ ഫോറിയർ സീരീസ്, അങ്ങനെ നമ്മൾ കുറെ ഹൈ ലെവലിൽ ആലോചിക്കും. പക്ഷെ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു HSSTക്കാണ് തോന്നുന്നു 2 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നും ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നും അതെങ്ങനെയാ സോൾവ് ചെയ്യണം എന്നുള്ളതും നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണുന്നുണ്ടോ എന്ന് പറയണേ. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോ complex numbers are the numbers that extend the concept of a real number by adding a second dimension denoted by z equal to x plus iy. നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് z is equal to x plus iy എന്നുള്ളതാണ്. ഓക്കെ, z എന്ന് പറയുന്നതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, z. ഓക്കെ, ഈ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. ഓക്കെ, ഈ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ റിയൽ പാർട്ടാണ്. ഓക്കെ, നമ്മൾ നോർമൽ നമ്പേഴ്സ്, സാധാരണ നമ്പേഴ്സ് പറയും പോലെ നമ്മൾ റിയൽ പാർട്ടാണ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊരു ഇമാജിനറി പാർട്ടും ഉണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ട് ആസ് ഐ വൈ. ഓക്കെ, ഐന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ലേ? ഐ എന്താ? ഐ ഈസ് ഈക്വൽ ടു റൂട്ട് മൈനസ് 1 ആണ് നമ്മുടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് z വെച്ചിട്ടാണ്. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. 2 പാർട്ട് ഉണ്ട്, ഒന്ന് റിയൽ പാർട്ട് എക്സും ഒന്ന് ഇമാജിനറി പാർട്ട് ഐ വൈയും ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് എങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു അറഗൻ പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളൊരു വെക്ടർ ഡിനോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അറഗൻ പ്ലെയിനിൽ നമുക്ക് എക്സ് വൈ ആക്സിസ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, ഇതില് നമുക്ക് എക്സ് വൈ സെഡ്, ഈ ഫിഗറിൽ നോക്കുക, ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നോർമൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനുള്ളതും വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനറി നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനുള്ളതുമാണ്. ഓക്കെ, നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, പോയിന്റ് Z ആണ്. ആ Z എന്നുള്ള പോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈ യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് എക്സും ഈ പോയിന്റ് ഐ വൈയും ആയിരിക്കും. ഓക്കെ, ഐ വൈയും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ് നമ്മൾ നോർമൽ എക്സ് വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഇമാജിനറി നമ്പേഴ്സിനെയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതില് നമുക്ക് ഈ ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സെഡ് ആണ്. മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റിന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ്. മോഡുലസ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. R is equal to modulus of z, which is equal to root of x square plus y square. Okay, root of x square plus y square യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് r കിട്ടും. നമ്മളുടെ r എന്നുള്ള വെക്ടർ, ആ വെക്ടറിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ ഈ ആംഗിള് ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആംഗിള് തീറ്റയാണ്. ആ തീറ്റയെ നമ്മൾ വിളിക്കുന്നതാണ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. എന്താ വിളിക്കുക? ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആണ് തീറ്റ. തീറ്റ ഈസ് കോൾഡ് ആസ് ദ ആർഗ്യുമെന്റ് ഓഫ് സെഡ്. അപ്പൊ നമുക്ക് ഇവിടത്തെ
തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ കണ്ടുപിടിക്കാം. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? y ആക്സിസ് ഡിവൈഡഡ് ബൈ x ആക്സിസ് ആണ് എന്തെന്ന് പറയുന്നത്? ടാൻ തീറ്റ വരുന്നത്. ഓക്കെ, y ആക്സിസ് ഡിവൈഡ് ബൈ x ആക്സിസ് ആണ്, y ബൈ x ആണ് ടാൻ തീറ്റ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് കണ്ടുപിടിക്കാം. ഇതാണ് ഒരു അറഗൻ ഡയഗ്രത്തിന്റെ നമ്മളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സെഡ് ഇമാജിനറി വാല്യൂവും റിയൽ വാല്യൂ ഉള്ള നമ്മളെ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z എന്നാണ്. അപ്പോൾ z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അത് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ് ഓഫ് z എന്നുള്ളത്. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും നോക്കാം. ഓക്കെ, പോളാർ ഫോമിൽ നമ്മൾ എങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നറിയാൻ നമ്മൾ വീണ്ടും നമ്മളുടെ കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്തു. ഈ പോയിന്റ് ആണ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇവിടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. തീറ്റ നമ്മൾ എടുത്തു, തീറ്റ ഡിനോട്ട് ചെയ്തു. നമ്മൾ ഈ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചു, ഈ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ഇങ്ങോട്ടും വരച്ചു. അപ്പൊ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയുന്നത്, y ആക്സിസിലുള്ള ഡിസ്റ്റൻസ് ആണ് y എന്ന് പറയുന്നത്. നമുക്കൊരു വെക്റ്റർ ഉണ്ട്, അതായത് r ഒരു വെക്റ്റർ ആണ്. ആ വെക്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് രണ്ട് ആക്സിസിലേക്കും റിസോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് ആക്സിസിലേക്കും റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ആക്സിസിലെ വാല്യൂ എന്ത് കിട്ടും? എക്സ് ആക്സിസിലെ വാല്യൂ എക്സ് ആക്സിസിൽ ആർ കോസ് തീറ്റ കിട്ടും. y ആക്സിസിലേക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ആർ സൈൻ തീറ്റ കിട്ടും. ഓക്കെ, സോ നമുക്ക് എക്സും വൈന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആർ കോസ് തീറ്റ അതുപോലെ തന്നെ ആർ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ആർ കോസ് തീറ്റ ഇട്ടു, പ്ലസ് ഐ ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ആർ സൈൻ തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ട് ഭാഗത്തും നമുക്ക് എന്തുണ്ട്? കോമൺ ആയിട്ട് ആർ ഉണ്ട്. നമ്മൾ ആറിനെ പുറത്തേക്ക് എടുക്കുക, ശേഷം ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റയുടെ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ കുറെ ഐഡന്റിറ്റീസ് കാണാതെ പഠിക്കേണ്ടതുണ്ട്, കുറെ ഫോർമുലാസ് കാണാതെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇ റേസ് ടു ഐ തീറ്റയുടെ എക്സ്പാൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ളത്. സോ z ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, z ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതായത് നമ്മൾ പോളാർ ഫോമിൽ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ആറിന്റെയും തീറ്റയുടെയും ഫോമിൽ എഴുതാന്നുള്ളത്, ആർ തീറ്റ ഫോമിൽ എഴുതാന്നുള്ളതാണ് പോളാർ ഫോമിൽ എഴുതാന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ z ഈക്വൽ ടു നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ എഴുതുന്ന ഏത് രീതിയിലാ? z ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഏത് സിമ്പിൾ ആയ ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അത് എത്രത്തോളം സിമ്പിൾ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പോളാർ ഫോമിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതും പഠിച്ചു വെക്കുക. ഒരു അറഗൻ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ അതിലുള്ള മോഡുലസും അതുപോലെ തന്നെ നമ്മളുടെ ആർഗ്യുമെന്റ് ഓഫ് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗ്രാഫുകൾ നോക്കി വെക്കുക കേട്ടോ. നമുക്ക് എക്സാമിന്റെ മോഡ് ഓഫ് എക്സാം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ റിട്ടേൺ എക്സാം ആയിരുന്നു, പക്ഷെ അതായത് കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ റിട്ടേൺ എക്സാം OMR ടൈപ്പ് എക്സാം ആയിരുന്നു. പക്ഷെ അതിനുശേഷം HSST എക്സാം നടന്നത് ഇതായിരുന്നു, CBT ആയിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന സയന്റിഫിക് ഓഫീസർ ചിലപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആവുന്ന സമയത്ത് ഈ ഡയഗ്രാംസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, കുറച്ചുകൂടി ഈസിയാണ് ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. കാരണം ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള രീതിയിലായിരിക്കുമല്ലോ, അപ്പോൾ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡയഗ്രാംസും നോക്കി പോവുക കേട്ടോ. അടുത്തത് ഇതിൽ നമുക്ക്
രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഇത് ഒരു ജനറൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആർഗ്യുമെന്റ് ഓഫ് Z1 into Z2 is equal to ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് Z1 into Z2 is equal to argument of Z1 plus argument of Z2. The argument of Z1 divided by Z2 is equal to argument of Z1 minus argument of Z2 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ ഐഡന്റിറ്റി എക്സ്പ്രഷൻ പോലെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് കോംപ്ലക്സ് കോൺജുഗേറ്റ്. നിങ്ങൾക്ക് അറിയുന്ന സിമ്പിളായ കാര്യമായതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോണത് കേട്ടോ. അടുത്ത് കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഇറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് അബൌട്ട് ദി റിയൽ ആക്സിസ്. ഞാൻ ഫിഗർ കാണിച്ചു തരാം, ഇത് ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ നമുക്ക് പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്, പോസിറ്റീവ് വൈ ആക്സിസ് ഉണ്ട്, താഴെ നെഗറ്റീവ് വൈ ആക്സിസും ഉണ്ട്. നമ്മളുടെ ഇമാജിനറി കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. ഓക്കെ, Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. പിന്നീട് Z1 എന്ന് എഴുതാം കേട്ടോ. Z1 ഇവിടെ Z2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ Z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മളുടെ എന്ത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ മിറർ ഇമേജ് പോലെ എടുക്കാം. ഓക്കെ, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് പോലെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇമാജിനറി ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളുടെ റിയൽ പാർട്ട്, ഓക്കെ, റിയൽ പാർട്ടിന്റെ റിഫ്ലക്ഷൻ, റിയൽ പാർട്ടിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അതിന്റെ റിഫ്ലക്ഷൻ എടുക്കുന്നത്. റിയൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, സോ എക്സ് ആക്സിസിന്റെ നമ്മൾ എക്സ് ആക്സിസിനെ ആസ്പദമാക്കി നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻ എടുക്കുന്ന സമയത്ത് വൈ ആക്സിസ് അതിലെന്ത് സംഭവിക്കും? നെഗറ്റീവ് വൈ ആക്സിസിലേക്കായിരിക്കും അതിന്റെ റിഫ്ലക്ഷൻ വരിക. നമുക്ക് എന്ത് കിട്ടും? കിട്ടുന്നതാണ് നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. Z2 is equal to x minus IY എന്ന് പറയുന്നത് എന്താ? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, Z2 is equal to x minus IY എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. നമ്മൾ റിയൽ പാർട്ടിനെ ഫിക്സ് ചെയ്ത് വെച്ച് അതിനെ ആസ്പദമാക്കി നമ്മൾ എടുക്കുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കോംപ്ലക്സ് നമ്പർ റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയാ. Z ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ ആണ്. നമ്മൾ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം മാറ്റണമെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം നമ്മൾ മാറ്റി നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, സോ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ദ റിഫ്ലക്ഷൻ ഓഫ് എ പോയിന്റ് അബൌട്ട് ദ റിയൽ ആക്സിസ്. റിയൽ ആക്സിസിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്ഷൻ എടുക്കണം. ഒരു പോയിന്റിന്റെ റിഫ്ലക്ഷൻ എടുക്കുകയാണ്. അടുത്തത് ഇത് കാൽക്കുലസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കാൽക്കുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണയുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ 4 പ്രോസസ്സും ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. Z1 is equal to x1 plus iy1, Z2 is equal to x2 plus iy2. നമ്മൾ ആദ്യം അഡീഷൻ എടുക്കുകയാണ്. അഡീഷൻ എടുക്കുന്ന സമയത്ത് Z1 plus Z2 ആണ് എടുക്കുന്നത്. Z1 plus Z2 is equal to x1 plus x2. നമ്മൾ ആദ്യം റിയൽ പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അഡീഷൻ ചെയ്യണത്. അപ്പോൾ x1 plus x2 plus i വരുന്ന ടേം i കോമൺ ആക്കി എടുത്തു. y1 plus y2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അഡീഷന്റെ ടേം കിട്ടും. ഇനി അടുത്തത് നമുക്ക് സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ഷൻ സിമിലർ ആണ്. x1 റിയൽ പാർട്ടിനെ സബ്സ്ട്രാക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടിനെ സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇനി Z1 into Z2 is equal to x1 x2 minus y1 y2. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം x1 into x2 ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാം? പ്ലസ് x1 into I
y2 പ്ലസ് അടുത്തത് i y1നെ x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. i y2 ഇൻറ്റു x2 പ്ലസ് i ഇൻറ്റു i -1 ആണ്. സോ -1 ഇൻറ്റു y1 y2. y1 y2 x1 x2 മൈനസ് y1 y2 പ്ലസ് ഇമാജിനറി പാർട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് എഴുതി i ഇൻറ്റു x1 y2 പ്ലസ് x2 y1. ഓക്കെ, അപ്പൊ ഈ ടേംസ് നമ്മൾ എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് നമുക്ക് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് വരുന്ന ആൻസറിൽ റിയൽ പാർട്ടിനെ ഒരുമിച്ച് എഴുതാം, ഇമാജിനറി പാർട്ടിനെ ഒരുമിച്ച് എഴുതാം. ഓക്കെ, അടുത്തതെന്ന് പറയണത് നമ്മളുടെ ഡിവിഷൻ ആണ്. z1 by z2 is equal to x1 plus i/y1. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മിസ് കേൾക്കണില്ല. ഹലോ, ഇപ്പൊ കേട്ടു. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കേട്ടില്ലേ? കേട്ട്. ഡിവിഷൻ വരെ എത്തി. x1 plus i/y1 പിന്നീട് കേൾക്കാഞ്ഞ്. ഇപ്പൊ കേൾക്കാണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡിവിഷൻ ചെയ്യണ സമയത്ത് എന്താന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഏതൊരു കോംപ്ലക്സ് നമ്പറെ ഡിവൈഡ് ചെയ്യുമ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്ന ആളെ നോക്കുക. ഡിനോമിനേറ്ററിൽ വരുന്ന ആളുടെ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിൽ നിന്ന് ഈ ഇമാജിനറി പാർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണത്. ഓക്കെ, ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഇമാജിനറി പാർട്ട് താഴ്ഭാഗത്ത് നിന്ന് പോവും, ഡിനോമിനേറ്റർ പാർട്ടിൽ നിന്ന് പോവും. ഇപ്പൊ ഇത് ഏത് ഫോമുല? a plus b into a minus b, a square minus b square. a plus b into a minus b എന്ത് വരും, നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടത്തെ ടേമിൽ നമുക്ക് x2 സ്ക്വയർ i പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ മൈനസ് ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ വരുമ്പോൾ വീണ്ടും -1 വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് ഇമാജിനറി പാർട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ടേം കൊണ്ട്, അതായത് ഡിനോമിനേറ്ററിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്ത് വെക്കുക, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ ആണ് ഇത്. 1 plus i raised to 8 is equal to, അതിന് കുറെ ഓപ്ഷനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 ഓപ്ഷനും ഉണ്ട്. 1 plus i whole raised to 8. ഇതെങ്ങനെ ചെയ്യാന്നറിയോ? ഇല്ല. നമ്മളുടെ PSC എക്സാമിന് നമുക്ക് കുറെ ട്രിക്സ് ഒക്കെ ഇവിടെ വരും. കാരണം നമ്മൾ ഒരു മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് പവർ ഓഫ് ഐ, അതായത് ഐന്റെ പവർ വെച്ചിട്ട് ഐന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കറിയണം. അതായത് ഇവിടെ തന്നിരിക്കുന്ന പോലെ എഴുതിയിരിക്കുന്ന നോക്കുക, i raised to 1 is equal to i. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്, ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ -i ആണ്, i raised to 4 എന്ന് പറയുന്നത് 1 ആണ്. ഈ 4 വാല്യൂ പഠിച്ചാൽ മതി. പഠിച്ചിരിക്കണം എന്നല്ല, നമ്മൾ അതൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ളത് അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും. i raised to 5 എന്ന് പറയുന്നത് വീണ്ടും i raised to 1ന്റെ വാല്യൂ ആണ്, i ആണ്. i raised to 6 എന്ന് പറയുന്നത് -1 ആണ്. i raised to 7 എന്ന് പറയുന്നത് -i ആണ്. i raised to 8 എന്ന് പറയുന്നത് i raised to 4 which is equal to 1 ആണ്. അതേപോലെ തന്നെയാണ് അടുത്ത
ലെവലിലും വാല്യൂസ് വരിക. ഓക്കെ, ഇനി നമുക്കിതാ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഈ കാര്യം അറിയണം, ഇതുപോലെ തന്നെ ഒരു ഐഡന്റിറ്റിയും കൂടെ അറിയണം. ഈ പവേഴ്സ് ഓഫ് ഐ എന്നുള്ള ഈ വാല്യൂ പഠിച്ചിരിക്കണം, നല്ലതാണ് കേട്ടോ. ആദ്യം 4 വാല്യൂസ് എങ്കിലും പഠിച്ചിരിക്കുക, അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും. നമുക്ക് 4 വാല്യൂസ് അല്ല, കുറച്ച് ഹയർ ഓർഡറിലുള്ള ആൾക്കാരായിരിക്കും തരാം, ഒരു ഹയർ ഓർഡറിലുള്ള പവേഴ്സ് ആയിരിക്കും തരാം. അപ്പൊ നമുക്ക് ഈ പവേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് അറിയേണ്ട ഐഡന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് 1 plus I the whole square is equal to 2i. എന്താണ്? 1 plus I the whole square is equal to 2i ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഐഡന്റിറ്റി. നമ്മുടെ HK ദാസിന്റെ ബുക്കിൽ ഉള്ള ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് ഇത് കേട്ടോ. നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് 1 plus I square I the whole square is equal to 2i എന്നുള്ളത്. അപ്പൊ ഈ 2 കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ചെയ്തൂടെ? ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1 plus I the whole square raised to 4. അതായത് നമ്മൾ ഹോൾ റേസ് ടു 8 എന്ന് പറയുന്നത് 2 into 4 ആയിട്ട് നമുക്ക് എഴുതാമല്ലോ. സോ 1 plus I the whole square raised to 4 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ 1 plus I the square എന്ന് പറയുന്നത് 2i raised to 4 ആണ്. 2i raised to 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. 2 raised to 4 into I raised to 4. 2 raised to 4 എന്താ വാല്യൂ വരിക? 16. I raised to 4 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 16 ആണ് കേട്ടോ. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ അല്ലേ? ഇതിനു മുമ്പ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെയാണ് കേട്ടോ. ഞാൻ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചത്, പക്ഷെ അത് തപ്പിയിട്ട് കിട്ടിയില്ല. ഓക്കെ, ഇനി ഇടുമ്പോൾ അത് കറക്റ്റ് ആദ്യം ക്വസ്റ്റ്യൻ ഇടാം, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ പറയട്ടെ, ഇതേപോലെ ചെയ്യുന്നുണ്ട്. 1 plus I the whole raised to 12. 1 plus I the whole raised to 12. ചെയ്തിട്ട് എന്താ ആൻസർ വരുന്നത് പറയും. ആൻസർ കിട്ടിയാ പറഞ്ഞോ കേട്ടോ. -64. ഓക്കെ, -64 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? 1 plus I whole raised to 6. അതെ, 1 plus I whole raised to 2 raised to 6 ആണ് നമുക്ക് കിട്ടുക. 1 plus I the whole square എന്ന് പറയുന്നത് 2i ആണ്, raised to 6 ആണ്. നമുക്ക് എന്ത് എഴുതാം? 2 raised to 6 into I raised to 6 ആണ്. 2 raised to 6 എന്താ വാല്യൂ വരിക? 64 ആണ് വരിക. I raised to 6 -1. സോ -64 ആണ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിന്റെ വാല്യൂ. 1 plus I the whole raised to 12ന്റെ വാല്യൂ എന്ന് പറയുന്നത് -64 ആണ്. ഓക്കെ, ഇനി അപ്പൊ ഈ ഒരു പ്രോബ്ലം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇട്ട് വെച്ചോളാം. അടുത്തതെന്ന് പറയണത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ sin hx. ഇതിന് നമുക്ക് കഴിഞ്ഞ തവണ ചോദിച്ചൊരു പ്രോബ്ലം ഡയറക്റ്റ് എന്താണ് cos hxന്റെ വാല്യൂ എന്നുള്ളതായിരുന്നു. ഓക്കെ, കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. cos hx ആണോ cos x ആണോ cos z ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷനെയും അതുപോലെ തന്നെ നോർമൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയും നമുക്ക് എക്സ്പോണൻഷ്യലിന്റെ ഫോമിൽ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനെയും അതുപോലെ തന്നെ നമ്മളുടെ ഏതാണ് നോർമൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻഷ്യലിന്റെ ടേമിൽ ഡിനോട്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ആ എക്സ്പൊണൻഷ്യലിന്റെ ടേമിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റീസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതില് നമുക്ക് 6 ഐഡന്റിറ്റി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 6 ആവശ്യമില്ല, 5 എഴുതിയിട്ടുള്ളൂ. കോട്ടക്സ് എക്സ് എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ 6 പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സൈനും കോസും മാത്രം പഠിച്ചാൽ മതി. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിന്ന് എടുത്തെഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ കാര്യം നോക്കാം. സൈൻ എച്ച് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ബൈ 2 ആണ്. ഓക്കെ, ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ബൈ 2 ആണ് സൈൻ എച്ച് എക്സിന്റെ വാല്യൂ. ഇനി സൈൻ എച്ച് എക്സിന്റെ റെസിപ്രോക്കൽ ആരാ? കൊസീക്ക്. കൊസീക്ക്. അപ്പൊ നമുക്ക് അതിനെ നേരെ റെസിപ്രോക്കൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക് എച്ച് എക്സിന്റെ വാല്യൂ കിട്ടും. 2 ഡിവൈഡ് ബൈ ഇ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് കിട്ടും. ഇനി കോസ് എച്ച് എക്സിന്റെയും വാല്യൂ പഠിക്കുക. ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെഡ് ബൈ 2 ആണ് കോസ് എച്ച് എക്സിന്റെ വാല്യൂ. കോസ് എച്ച് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് സീക് എച്ച് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ സീക് എച്ച് എക്സ് എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആണ് 2 ഡിവൈഡ് ബൈ ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെഡ്. ടാൻ എച്ച് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈനും കോസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഈസി ആയിട്ട് അതൊന്ന് എടുത്തെഴുതാം. അപ്പോൾ ഈ ഐഡന്റിറ്റീസ് പഠിക്കുന്ന സമയത്ത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഐഡന്റിറ്റീസ് പഠിക്കുമ്പോഴും ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ഐഡന്റിറ്റീസ് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക? സൈനിന്റെയും കോസിന്റെയും മാത്രം പഠിക്കുക. അതുപോലെ സൈൻ എച്ച് എക്സിന്റെയും കോസ് എച്ച് എക്സിന്റെയും വാല്യൂ മാത്രം പഠിക്കുക. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അതിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇതുപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ എഴുതിയിട്ടുണ്ട്. സൈൻ z is equal to e raised to z minus e raised to minus i z divided by 2i. അതുപോലെ cos hz is equal to e raised to i z plus e raised to minus i z divided by 2. tan z നമുക്ക് അതിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സൈൻ ബൈ കോസ് ചെയ്താൽ നമുക്ക് ടാൻ കിട്ടും. പക്ഷെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് മാത്രം. സൈനും നമ്മൾ ഐ ഒന്നും വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യം കോസ് സെഡോ കോസ് എച്ച് സെഡിന്റെ വാല്യൂ ആയിരുന്നു. എക്സ്പോണൻഷ്യൽ ഫോമിൽ എങ്ങനെയാണ് എഴുതുക? കാരണം നമുക്ക് ഈ ഐഡന്റിറ്റി നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. ഒരു പ്രോബ്ലമോ ഒരു സ്റ്റെപ്പോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസും അതുപോലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന മാർക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മിസ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ കോംപ്ലക്സ് ആയത് പഠിക്കേണ്ടെന്നല്ല, സിമ്പിൾ ടു കോംപ്ലക്സ്, ഈസി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു പോയിന്റ് പോലും വിട്ടു പോകരുത്. സിമ്പിൾ ആയ കാര്യവും പഠിക്കണം, കോംപ്ലക്സ് ആയ കാര്യവും നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ടഫുള്ള കാര്യങ്ങൾ അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിമ്പിൾ ആയ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ. അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു നെറ്റിന്റെ ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല വരിക. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണ് PSCയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്കത് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഹയർ ഓർഡറിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ഈസി ആയി കിട്ടുന്ന മാർക്കുകൾ നമ്മൾ ഒരിക്കലും കളയരുത്. അപ്പോൾ ഈ ഐഡന്റിറ്റീസും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ മാത്തമാറ്റിക്കൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് പതുക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം സ്പീഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പാടായി തോന്നും. ഓൾറെഡി കുറച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, മൊത്തം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറെ കൺസെപ്റ്റ് വൈസ് ഉള്ള കാര്യങ്ങളല്ല. അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ കാണാപാഠം പഠിക്കേണ്ടി വരും. അപ്പോൾ എടുക്കുന്ന പോർഷൻസ് കുറച്ചാണെങ്കിലും അത് വൃത്തിയായിട്ട് പഠിച്ച് പോവുക കേട്ടോ. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ.